ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹലോ ഹെൽത്ത് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കുഞ്ഞ് ഉറങ്ങാതിരിക്കാനുള്ള കാരണങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളുമാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കൃത്യമായ ഉറക്കമില്ലാത്തതും ഉറങ്ങാൻ സാധിക്കാത്തതുമെല്ലാം പലപ്പോഴും പല വിധത്തിലാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കുഞ്ഞിൻ്റെ ഉറക്കം വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് വരെ അച്ഛനമ്മമാരെ എത്തിക്കുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങൾ വൈകി ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്നു. ഇത് മാതാപിതാക്കളുടെ ഉറക്കത്തെയും തടസ്സപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തതിന് കാരണം എന്താണ്? അവർക്ക് ഉറക്കത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പല അച്ഛനമ്മമാർക്കും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ. ഇനി കുഞ്ഞിൻ്റെ നല്ല ഉറക്കത്തിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അമിതമായ ക്ഷീണം. കുഞ്ഞുങ്ങളിലും അമിത ക്ഷീണം ഉണ്ടാവുന്നുണ്ട്. അമിത ക്ഷീണമുണ്ടായാൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമെന്നത് വലിയ തെറ്റിദ്ധാരണയാണ്. അമിത ക്ഷീണം അവരെ അസ്വസ്ഥരാക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ പതിവായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രവണത കാണിക്കുന്നു. ഈ ഒരു ക്ഷീണം അകറ്റാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഒരു ഉറക്ക ഷെഡ്യൂൾ തയ്യാറാക്കാവുന്നതാണ്. രണ്ടാമത്തെ കാരണം ആരോഗ്യകരമായ ദിനചര്യ ഇല്ലാത്തത്. നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യകരമായ ഒരു ദിനചര്യ ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് കുഞ്ഞിനെ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കും. ഉറക്കം മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത് മുതൽ കുളിക്കുന്നത് വരെ കർശനമായ ഒരു പതിവ് പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായ ദിനചര്യ ഇല്ലാത്ത ഒരു അവസ്ഥ കുഞ്ഞിൻ്റെ ഉറക്കത്തെ മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അടുത്തതായി കുഞ്ഞിനൊരു സപ്പോർട്ട്. കുഞ്ഞിനൊരു താങ്ങ് ഉറങ്ങാൻ എപ്പോഴും ആവശ്യമാണ്. അതായത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരാണ് കുഞ്ഞിനെ ഉറങ്ങാൻ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരില്ലാതെ കുഞ്ഞിന് ഉറങ്ങാൻ സാധിക്കുകയില്ല. അതിനാൽ അവരുടെ ഒരു സപ്പോർട്ട് കുഞ്ഞിൻ്റെ ഉറക്കത്തിന് ആവശ്യമാണ്. അടുത്തതായി കുഞ്ഞിനെ ഉറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശാന്തമായ ഒരു അന്തരീക്ഷം കുഞ്ഞിന് ഉറങ്ങാൻ ഉണ്ടായിരിക്കുക എന്നതാണ്. കുഞ്ഞിൻ്റെ ചുറ്റുപാടുകൾ ആവേശകരവും ഉത്തേജകവുമാകുമ്പോൾ അവർക്ക് ശാന്തമായി ഉറങ്ങാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി കുഞ്ഞ് ഉറങ്ങാതിരിക്കാനുള്ള ഒരു കാരണമാണ് ശാരീരിക അസ്വസ്ഥതകൾ. നിങ്ങളുടെ കുഞ്ഞ് നേരത്തെ ശരിയായിട്ട് ഉറങ്ങുകയും ഇപ്പോൾ ഉറങ്ങാതിരിക്കുകയും എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ശിശു വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഈ ശാരീരിക അസ്വസ്ഥതകൾ കുഞ്ഞിൻ്റെ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിന് ആവശ്യത്തിന് ഭക്ഷണം നൽകുക. നിങ്ങളുടെ കുഞ്ഞിന് 6 മാസമോ അതിൽ കൂടുതലോ പ്രായമുണ്ടെങ്കിൽ കുഞ്ഞിന് കട്ടിയുള്ള ഭക്ഷണം നൽകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം അവർ ശരിയായി ഉറങ്ങുകയില്ല. കുഞ്ഞിന് വിശപ്പ് വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പലപ്പോഴും കുഞ്ഞിൻ്റെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായ ചൂടും തണുപ്പും. അമിതമായിട്ടുള്ള ചൂടും തണുപ്പും കുഞ്ഞുങ്ങളുടെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നു. വളരെയധികം വിയർക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിറയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഫാൻ അല്ലെങ്കിൽ AC-യുടെ താപനില ക്രമീകരിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ കുഞ്ഞിൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥകളെ പരിഹരിച്ച് നല്ല ഒരു ഉറക്കം കുഞ്ഞിന് പ്രദാനം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞിനെ ഉറക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.